ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ രാത്രി തന്നെ എന്നൊരു വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ആത്മീയവും മാനസികവും ശാരീരികം എന്ന് പറയാൻ വേണമെങ്കിലുമായ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പോണത് പ്രാർത്ഥിക്കാനും ജപിക്കാനും ഒക്കെ ആയിട്ടാണ്. അല്ലാതെ അവിടെ ചെന്നിട്ടും നമ്മൾ ഷോ ഓഫ് നടത്താനോ അല്ലെങ്കിൽ റീൽസ് എടുക്കാനോ ഉള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങളെന്ന് ഹിന്ദു വിശ്വാസത്തിൽ ക്ഷേത്രങ്ങളിൽ പോവുകയും തൊഴുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരും അല്ല, ഈ രീതിയിൽ പോകുന്ന ആൾക്കാരെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് കാണാം റീൽസ് എടുക്കണതും ഫോട്ടോ എടുക്കണതും ഒക്കെ. ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ, കുഴപ്പമില്ല, അത് തെളിവാണ്, നമുക്ക് ഫോട്ടോ എടുക്കണതൊക്കെ തെളിവാണ്. അല്ലാതെ ഓരോ പാട്ടുകളും ഇതൊക്കെ വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് റീൽസ് എടുക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഭഗവാനെല്ലാവരും കാണുന്നത് ഒരു ബുക്കിൻ്റെ പുറംചട്ട കണ്ടു കഴിഞ്ഞാൽ ആ പുറംചട്ട മാത്രം മനസ്സിലാക്കിയിട്ട് അത് അനുസരിച്ചിട്ടാണ് ആൾക്കാർ നീങ്ങണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഗുരുവായൂരപ്പൻ അലങ്കാരപ്രിയനാണ്, 10,008 ഭാര്യമാരുള്ള ആളാണ്, അങ്ങനെയൊക്കെയാണ് പറയണത് കൃഷ്ണൻ, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയണത്. പക്ഷേ ഞാൻ പറയും, ആത്മീയമായി ഏറ്റവും ഉയർച്ചയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ ഇത് കേൾക്കുന്നവർ വേറെ ആരെങ്കിലും വിചാരിക്കുന്നത് ഇവള് എന്താണ് ഈ പറയുന്നത്? കാരണം ഗുരുവായൂർ അമ്പലം എപ്പോഴും കല്യാണം നടക്കുന്ന സ്ഥലം, എപ്പോഴും നൃത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നതല്ല ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിൽ നൃത്തങ്ങൾ, അതായത് ക്ഷേത്രകലകൾ എന്ന് പറഞ്ഞ കുറച്ച് കലകളുണ്ട്, അതൊക്കെ വെച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിലേക്ക് ആൾക്കാരെ വരാനും പിന്നെ ആ ക്ഷേത്ര കലകളിൽ കൂടെ നമ്മുടെ പുരാണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് അറിവുണ്ടാക്കി കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കലകൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയൊരറിവ്. അത് എത്രത്തോളം ഇതാണെന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയ ഒരറിവാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് റീൽസ് എടുക്കണതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഇരിക്കുന്ന ആ എനർജി, ആ സൃഷ്ടാവ് തന്നെയാണ് നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മരെയും മുമ്പിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഇങ്ങനെയൊക്കെയാണോ കണത്തിൽ പുട്ടിയടിച്ചിട്ട് ഒക്കെയാണോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്, എല്ലാന്നല്ല കേട്ടോ ഞാൻ പറയണത്. മേക്കപ്പ് ചെയ്യും, പക്ഷെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് വല്ല ഫങ്ഷനൊക്കെ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫങ്ഷൻ, പിന്നെ എൻ്റെ പ്രോഗ്രാമുകൾക്ക് ഞാൻ നിർബന്ധിതയാകുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്, അല്ലാതെ ഇല്ല. അപ്പോൾ പരമാവധി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മേക്കപ്പ് ഒട്ടുമേ ഉപയോഗിക്കാറില്ല. കാരണം ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഒരു 95% ഞാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ. പക്ഷേ എനിക്ക് എല്ലാവരോടും ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ക്ഷേത്രം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ ആചാരങ്ങളെയും മറ്റുള്ള അനുഷ്ഠാനങ്ങളെയും നമ്മൾ ബഹുമാനത്തോടു കൂടി കാണാൻ ശീലിക്കുക, ബഹുമാനത്തോടു കൂടി അവിടേക്ക് ചെല്ലുക. നിങ്ങളവിടെ എന്ത് വേഷത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും, ഏത് രീതിയിൽ നിങ്ങൾ അവിടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും, അവിടെ ഇരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ദേവിക്ക് നിങ്ങൾ ആരാണെന്ന് A to Z അറിയാം.
പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയി ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരുത്തല്ല, അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാനും തൊഴാനും വരുന്ന ആൾക്കാർക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ ചെന്നിട്ട് ഈ ഫോട്ടോഷൂട്ട് റീൽസൊക്കെ എടുക്കുന്ന ഇത് എന്തിനാണെന്ന് ഒന്ന് എല്ലാവരും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അടുത്തിടെ ഞാൻ കണ്ട ഒരു റീൽസാണ്. ഒരു ഫാമിലി, ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഫാമിലി കല്യാണം കഴിച്ചതാണ് അവർ. എന്നിട്ട് വീണ്ടും ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് താലി കെട്ടാൻ അങ്ങനെ ഉള്ള ചടങ്ങാണ്. ഈ താലി കെട്ടിയിട്ട് ഇവർ രണ്ടുപേരും കയ്യുമ്മ പിടിച്ച് ഓടിപ്പോണ, ഈ വരൻ വധുവിൻ്റെ കയ്യുമ്മ പിടിച്ചിട്ട് ഓടിപ്പോകുന്ന റീൽസ് എടുത്തിട്ട് അവരിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഉപജീവന മാർഗമായിരിക്കാം അവരത് ചെയ്തത്. അത് ഭഗവാൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് എന്താ ഞാൻ പറയുക, നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും കർമ്മഫലം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇതെനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് കാര്യത്തിനും നമുക്ക് കർമ്മഫലം ഉണ്ടാവും. അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായാലും നമുക്ക് കർമ്മഫലം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇനി എനിക്ക് ഇതാരെങ്കിലും കേൾക്കുവാണെങ്കിൽ, കുറച്ച് പേരെങ്കിലും കേൾക്കുമെന്നറിയാം, കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ എനർജി കിട്ടുള്ളൂ. പ്രാർത്ഥന ഇപ്പം നമ്മളൊരു റീൽസ് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പ്രാധാന്യം മുഴുവനും റീൽസിലായിരിക്കുള്ളൂ. ഭഗവാനിന് മനസ്സ് മുഴുവൻ സമർപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ആ ഭഗവത് ചൈതന്യം നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മനസ്സോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥനയും ജപത്തോടു കൂടി ക്ഷേത്രത്തിൽ ചെന്ന് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉന്നതിയിലെത്താൻ പറ്റും. ഉന്നതി നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ക്ഷേത്രങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളാണ്, റീൽസ് എടുക്കാനുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു.